ശബ്ദവുമാണ്. ഞാൻ ഈ അടുത്തിടെ ഗൺമാന്റെ അടികൊണ്ട ഒരു യൂത്ത് കോൺഗ്രസ് തന്നെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ നിമിഷം തോന്നി, സുധാരേട്ടാ എനിക്ക് ഈ പാർട്ടിയിൽ ഒന്ന് പ്രവർത്തിക്കണം, അവനെ അടിക്കാൻ വേണ്ടി മാത്രം എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ, അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. കാരണം അത്രയേറെ ദേഷ്യം വന്നൊരു സാഹചര്യമായിരുന്നു അത്. പറഞ്ഞ നേരം. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ അടികൊണ്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എത്ര നേതാക്കന്മാർ സംസാരിച്ചു. വൈകിട്ടാണ് പിന്നീട് പലരും സംസാരിച്ചത്. അങ്ങനെ ആവരുത്. അടിച്ചാൽ കരയുന്ന കാലമല്ല, അടിച്ചാൽ തിരിച്ചടിക്കേണ്ട കാലമാണ് ഉണ്ടാവുന്നത്. കൊള്ളാം മോനെ, നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയാണ് CPM-ന്റെ മുഖ്യമന്ത്രി. പക്ഷേ ആ മുഖ്യമന്ത്രി ഒരു നല്ല മനുഷ്യനാണെന്ന് പോയിട്ട് ഒരു രീതിയിലും അംഗീകരിക്കാൻ കൊള്ളാത്ത ഒരു തെമ്മാടിയായ രാജാവിനെ പോലെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുന്ന ഒരു DYFI-കാരനെ ദയവ് ചെയ്ത് നിങ്ങൾ തിരുത്താൻ നിൽക്കരുത്. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. പിണറായി വിജയന്റെ അപ്പിയെടുത്ത് സ്വർണ്ണമാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ജുവലറിയിൽ വിൽക്കാൻ ശ്രമിക്കുകയും ആ ജുവലറി ഇരിക്കുന്ന ഒരു മുതലാളി പറയുകയാണ് ഇത് സ്വർണ്ണമല്ല ഇത് അപ്പിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജുവലറിയുടെ മുതലാളിയെ അടിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾ തിരുത്താൻ പോരുത്. അവന് മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. വരട്ടെ. അപ്പളേ നമ്മൾ പിന്നെ വരാം.